കരിമ്പ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത എന്നാരോപിച്ചുകൊണ്ട് UDFും BJPയും രംഗത്ത് വന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് CPIM കരിമ്പ ലോക്കൽ കമ്മിറ്റി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ കുപ്പിച്ചില്ല് മുതൽ തെർമോക്കോൾ വരെയുള്ള സാധനങ്ങൾ TB ജംഗ്ഷനിലുള്ള വാട്ടർ ടാങ്കിന്റെ സമീപത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്ത് ക്ലീൻ കേരള കമ്പനിക്ക് കയറ്റിക്കൊണ്ടുപോകുന്നതിനു വേണ്ടി കരിമ്പ ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപ പ്രൊജക്ട് തയ്യാറാക്കി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ചു വച്ച സാധനങ്ങൾ പഞ്ചായത്തിലെ കെടുകാര്യസ്ഥത എന്ന് ആരോപിച്ചുകൊണ്ടാണ് UDFും BJPയും ഒരുപോലെ രംഗത്ത് വന്നത്. എന്നാൽ ഇതേവരെ 45 ടൺ സാധനങ്ങൾ കരിമ്പയിൽ നിന്ന് കയറ്റിപ്പോയിട്ടുണ്ട്. ആകെ 80 ടണ്ണോളം സാധനങ്ങളാണ്. സമരം നടത്തിയവരുടെ വീടുകളിലെ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വളരെ ക്രിയാത്മകമായി ഈ മഴയത്തും വീടുകളിൽ നിന്ന് സംഭരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ചതാണ് ഈ സാധനങ്ങൾ. വസ്തുത ഇതായിരിക്കെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് UDFും BJPയും നടത്തുന്ന സമരാഭാസമാണെന്നും CPIM കരിമ്പ ലോക്കൽ കമ്മിറ്റി വിശദീകരിച്ചു. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് നമ്മുടെ കരിമ്പ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യമായി നമ്മൾ ചെയ്യുന്നൊരു പരിപാടി നമ്മുടെ തോടുകളും ജലാശയങ്ങളും എല്ലാം മാലിന്യ വിമുക്തമാക്കുക എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് തെളിനീരൊഴുകും നവകേരളം എന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മളിവിടെ നടത്തി. നമ്മുടെ തോടുകളും പുഴകളും എല്ലാം ഇതുപോലെ ഹരിതകർമ്മ സേനയും കുടുംബശ്രീ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൃത്തിയാക്കുന്നൊരു സംവിധാനത്തിലേക്ക് നമ്മൾ പോയിരുന്നു. ഒപ്പം തന്നെ ഇനി ഞാൻ ഒഴുകട്ടെ എന്നൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുഴകളെല്ലാം വൃത്തിയാക്കുന്ന ചില പരിപാടികളായിട്ട് നമ്മൾ മാലിന്യ വിമുക്തമാക്കുന്ന പരിപാടിയായിട്ട് പോയിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ കരിമ്പ പഞ്ചായത്തിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ വേസ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഭരണസമിതി ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി 20 ലക്ഷം രൂപ നമ്മൾ പ്രോജക്റ്റിൽ വെച്ച് ഈ പരിപാടി നടത്തുകയാണ്. ഒരു മാസം മുമ്പ് തന്നെ എല്ലാ വീടുകളിലും ഹരിതകർമ്മ സേന എടുക്കുന്ന സാധനങ്ങൾ ഇന്നൊക്കെയാണ്, ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ഇന്ന വാർഡുകളിൽ ഉണ്ടാകും എന്നുള്ള രൂപത്തിൽ അവർ കൊണ്ടേ കൊടുത്തിരിക്കും. അതിൻ്റെ ഭാഗമായി ജനങ്ങളെല്ലാം ആ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് 1 കിലോന് 1 രൂപ ക്ലീൻ കേരള കമ്പനിക്ക് കൊടുത്തുകൊണ്ടാണ് 9 രൂപ 1 കിലോന് 9 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാധനം ഇവിടുന്ന് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വാർഡിൽ നിന്ന് സംഭരിച്ച മാലിന്യം എന്നല്ല, ഈ വേസ്റ്റ് ഉൾപ്പെടെയുള്ള ചെരുപ്പ്, ലെതർ ബാഗുകൾ, സ്പോഞ്ച്, കുപ്പിച്ചില്ലുകൾ, ഗ്ലാസ്സുകൾ, പൊട്ടിയ TV അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടുന്ന് ഇത് നനയാതെ ഇതിൻ്റെ ഭാഗത്ത് കൊണ്ട് സൂക്ഷിച്ച് ഇവിടെ നിന്ന് വൈകുന്നേരങ്ങളിൽ ലോറി വന്ന് ഈ സാധനം കയറ്റി പോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ കണക്ക് പ്രകാരം 6 ലോഡ് ഇവിടുന്ന് കയറി കഴിഞ്ഞു. ഏകദേശം 45 ടണ്ണിൻ്റെ മുകളിലുള്ള സാധനം ഇപ്പോൾ ഇവിടുന്ന് നിലവിൽ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി 3 വാർഡും കൂടി ഇത് നമ്മൾ സംഭരിക്കാറുണ്ട്. ഈ 3 വാർഡും കൂടി കഴിഞ്ഞ് എല്ലാം കൂടി കഴിയുമ്പോൾ ഏകദേശം 80 ടണ്ണിൻ്റെ മുകളിലുള്ള സാധനങ്ങളാണ് നമ്മുടെ കരിമ്പ പഞ്ചായത്തിൽ നിന്നും മാലിന്യം പോകുന്നത്. ഇതൊന്നും കാണാതെ ഇത് മൊത്തത്തിൽ മോശം എന്നുള്ള രൂപത്തിലേക്ക് ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കാരണം ഈ പരിപാടിയുമായി വന്ന ആൾക്കാർ ഉൾപ്പെടെ ഇരിക്കുന്ന ഭരണസമിതിയാണ് ഈ തീരുമാനം എടുത്തത്. അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പലരും ആ വാർഡത്തെ പ്രതിപക്ഷത്തെ വാർഡ് വിളിച്ചിരുന്നു തന്നെ, നമുക്ക് ടാങ്കിന്റെ വീട്ടിൽ വെച്ചൂടെ, കാരണം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ 9 എന്നുള്ളത് 18 കൊടുക്കണം, 20 ലക്ഷം തികയാണ്ട് വരും. പലരും വിളിച്ചിരുന്നു, ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു, എന്നെ വിളിച്ചിരുന്നു, ഇവിടെ കൊടുത്ത് വെച്ചോട്ടെ, നനയാണ്ട് നമുക്ക് ഈ സാധനം ഇവിടുത്തെ കയറ്റിവിടണ്ടേ. പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒപ്പം നിന്നുകൊണ്ട് ഈ ഭരണസമിതിക്കെതിരെ ഒരു രാഷ്ട്രീയ നിലപാടുമായി, വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് അവർ പോകുന്നത്. ലോക്കൽ സെക്രട്ടറി CP സജി, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ H ജാഫർ, പഞ്ചായത്ത് അംഗം M ചന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PG വത്സൻ, മുരളി എന്നിവരും സ്ഥലം സന്ദർശിച്ചു. അവിടേക്ക് ഇത്തരത്തിലുള്ള വലിയ വാഹനം പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഈ വലിയ വാഹനത്തിൽ കയറ്റുന്നതിന് അനുയോജ്യമായ സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ഈ പരിസരം കണ്ടെത്തി തീരുമാനിച്ചത്. വളരെ ആഭാസകരമായ രീതിയിലാണ് പറയുന്നത്. ഈ കാസ്റ്റിംഗ് പൈപ്പിലൂടെ കയറി വന്ന് ടാങ്കിലേക്ക് പോകുന്ന വെള്ളം അശുദ്ധമാകുമെന്ന് പറയുന്നത് അവരുടെ അശുദ്ധ മനസ്സിൻ്റെ സ്ഥിതിയാണ് തുറന്നു കാണിക്കുന്നത് എന്ന് കരിമ്പ പഞ്ചായത്തിലെ പ്രബുദ്ധരായ ജനം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയും.